So next topic is exchange of gases. Exchange മാത്രമല്ല ട്രാൻസ്പോർട്ട് ഓഫ് ഗ്യാസസും കൂടി ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ പ്രീവിയസ് ഇതിൽ നമ്മൾ ടോപ്പിക്സിൽ നമ്മൾ കണ്ടത് എങ്ങനെയാണ് റെസ്പിറേഷൻ എന്നുള്ള പ്രോസസ്സ് നടക്കുന്നത്, ഇൻസ്പിരേഷൻ, എക്സ്പിരേഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നതെന്നുള്ളത് നമ്മൾ കണ്ടു. ഇതിൽ ഇനി ആ ഒരു ഗേഷ്യസ് ലെവലിലേക്ക് വരികയാണ്. എങ്ങനെയാണ് ഓക്സിജൻ എയറിൽ നിന്നും ബ്ലഡിലേക്ക് വരുന്നത്, അത് പിന്നെ ടിഷ്യൂസിലേക്ക് എത്തുന്നത്, കാർബൺ ഡൈ ഓക്സൈഡ് എങ്ങനെയാണ് തിരിച്ച് ടിഷ്യൂസിൽ നിന്നും ലങ്സിലേക്ക് വരുന്നത്. അപ്പോൾ അത് ഈ എക്സ്ചേഞ്ച് നടക്കുന്നത് എങ്ങനെയാണ്, അതിൻ്റെ ട്രാൻസ്പോർട്ട് നടക്കുന്നത് എങ്ങനെയാണ്, ആ ഒരു രണ്ട് കാര്യങ്ങളെ പറ്റിയിട്ടാണ് നമ്മൾ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. സോ ആദ്യത്തെ ടോപ്പിക് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് ആണ്. സോ ഗേഷ്യസ് എക്സ്ചേഞ്ച് ഇസ് മെയിൻലി ത്രൂ ഡിഫ്യൂഷൻ. ഡിഫ്യൂഷൻ എന്താണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഇറ്റ് ഈസ് ദ ട്രാൻസ്പോർട്ട് ഓഫ് മെറ്റീരിയൽസ് ഫ്രം എ റീജിയൻ ഓഫ് ഹയർ കോൺസെൻട്രേഷൻ ടു എ റീജിയൻ ഓഫ് ലോവർ കോൺസെൻട്രേഷൻ. അപ്പോൾ എലോങ് ദി കോൺസെൻട്രേഷൻ ഗ്രേഡിയൻ്റ് ആണ് അവിടെ നടക്കുന്നത്. ഡിഫ്യൂഷൻ എന്നുള്ള പ്രോസസ്സ് കൂടിയാണ് ഗേഷ്യസ് എക്സ്ചേഞ്ച് നടക്കുന്നത്. അത് ആൽവിയോലയിലാണെങ്കിലും ബ്ലഡിലാണെങ്കിലും ഒക്കെ ഈ പ്രോസസ്സാണ്. ഓക്സിജൻ ആവുമ്പോഴും കാർബൺ ഡൈ ഓക്സൈഡ് ആവുമ്പോഴും സെയിം പ്രോസസ്സ് തന്നെയാണ് നടക്കുന്നത്. ഇനി ഗേഷ്യസ് എക്സ്ചേഞ്ച് നമ്മൾ ആൽവിയോലയുടെ സ്ട്രക്ചറൊക്കെ പറഞ്ഞിരുന്നു. ആൽവിയോലയിൽ മാത്രം ആണ് നടക്കുന്നത്, അല്ലാതെ ബാക്കിയുള്ള റെസ്പിറേറ്ററി ട്രാക്റ്റിൽ എവിടെയും ഗേഷ്യസ് എക്സ്ചേഞ്ച് സംഭവിക്കുന്നില്ല. സോ ആൽവിയോലയിൽ തന്നെ നമ്മൾ ഡെഡ് സ്പേസ് പറഞ്ഞ ആൽവിയോലയും ഉണ്ട്, അതായത് ഗേഷ്യസ് എക്സ്ചേഞ്ച് നടക്കാത്ത ആൽവിയോലൈ ഉണ്ട്. ഇത് ഇപ്പം നടക്കുന്ന ആൽവിയോലയുടെ കേസാണ് പറയുന്നത്. അവിടെ തന്നെ ഗേഷ്യസ് എക്സ്ചേഞ്ച് ടേക്സ് പ്ലേസ് ത്രൂ റെസ്പിറേറ്ററി മെംബ്രെയിൻ. റെസ്പിറേറ്ററി മെംബ്രെയിൻ എന്ന് പറഞ്ഞാൽ പേര് പോലെ തന്നെ ഇത് എക്സ്ചേഞ്ച് നടക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മെംബ്രെയിനാണ്. ഇറ്റ് ഈസ് ഫോംഡ് ബൈ ദ എപ്പിത്തീലിയം ഓഫ് ആൽവിയോലൈ ആൻഡ് എൻഡോത്തീലിയം ഓഫ് ദി ബ്ലഡ് വെസൽ. അതായത് ആൽവിയോലൈയുടെ മെംബ്രെയിൻ, ആൽവിയോലാർ മെംബ്രെയിൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആൽവിയോലയുടെ സ്ട്രക്ചർ പറഞ്ഞിരുന്നു. ആൽവിയോലാർ മെംബ്രെയിൻ ഉണ്ട്, പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലൊരു വാട്ടർ ലെയർ ഉണ്ട്, പിന്നെ സർഫാക്റ്റൻ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു കെമിക്കൽ മെറ്റീരിയൽ കൂടെ അവിടെ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ കമ്പോസ് ചെയ്തിട്ടുള്ള ഒരു ആൽവിയോലാർ എപ്പിത്തീലിയവും എൻഡോത്തീലിയം ഓഫ് ബ്ലഡ് വെസൽ, ആൽവിയോലയിലേക്ക് വരുന്ന ആ ബ്ലഡ് വെസൽസിൻ്റെ ഇന്നർ ലൈനിങ്ങും, ഈ രണ്ട് സ്ട്രക്ചേഴ്സും കൂടെ ഫോം ചെയ്യുന്നതാണ് റെസ്പിറേറ്ററി മെംബ്രെയിൻ. അപ്പോൾ ഈ റെസ്പിറേറ്ററി മെംബ്രെയിൻ എവിടേക്കോ ഉണ്ടോ അത് കൂടെ മാത്രം ആണ് ഗേഷ്യസ് എക്സ്ചേഞ്ച് നടക്കുകയുള്ളൂ. അല്ലാതെ റെസ്പിറേറ്ററി മെംബ്രെയിൻ ഇല്ലാത്ത ഏരിയാസിൽ കൂടെ ഗേഷ്യസ് എക്സ്ചേഞ്ച് നടക്കില്ല. ഓക്കെ, സോ ദാറ്റ് ഈസ് the main structure for exchange of gases. ഈ പിക്ചറാണ് ആ ഒരു ആൽവിയോലർ എപ്പിത്തീലിയം കാണിക്കാൻ വേണ്ടിയിട്ട് വരുന്നത്. അപ്പോൾ ഇതിൽ ഈ കാണിച്ചിരിക്കുന്ന സ്ട്രക്ചർ ഇതാണ് റെസ്പിറേറ്ററി മെംബ്രെയിൻ എന്ന് പറയുന്നത്. അതിൽ ഈ ഭാഗം, ഈ പോയിൻ്റ് ചെയ്യുന്ന ഈ ഒരു ഭാഗം, this is the alveolar epithelium. അവിടെ സർഫാക്റ്റൻറ്റും വാട്ടർ ലെയറും എല്ലാം വരുന്നുണ്ട്, എല്ലാം കൂടിയിട്ട് വരുന്ന ഭാഗമാണ് ആൽവിയോലാർ എപ്പിത്തീലിയം. ആൻഡ് ഈ കാണിച്ചിരിക്കുന്നത് ദ എൻഡോത്തീലിയം ഓഫ് ബ്ലഡ് വെസൽ, അതിൻ്റെ ഇന്നർ ലൈനിങ് ആണ്. ഇത് രണ്ടും കൂടെ ഫ്യൂസ് ചെയ്തിട്ടല്ല, രണ്ടും കൂടെ അറ്റാച്ച് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ രണ്ടിൻ്റെ ഇടയിൽ വരുന്ന ഒരു സെപ്പറേറ്റിംഗ് ലെയറാണ് ബേസ്മെൻറ്റ് മെംബ്രെയിൻ എന്ന് പറയും. അപ്പോൾ അത് കംപ്ലീറ്റ്ലി ഫ്യൂസ്ഡ് ആയിട്ടും അല്ല ഇരിക്കുന്നത്, അതിനകത്തൊരു ചെറിയൊരു സ്പേസ് ഉണ്ട് വിച്ച് ഈസ് ഫിൽഡ് വിത്ത് ഇൻറ്റർസ്റ്റീഷ്യൽ ഫ്ലൂയിഡ്. പക്ഷെ അത് അത്ര ഒരു ഇത് വരുന്നില്ല, ഒരു ബ്ലോക്കോ കാര്യങ്ങളൊന്നും വരുന്നില്ല. ജസ്റ്റ് ആ രണ്ട് മെംബ്രെയിനും തമ്മിൽ റെസ്റ്റ് ചെയ്തിരിക്കാൻ വേണ്ടിയിട്ട് വരുന്നൊരു മിഡിൽ സ്ട്രക്ചറായിട്ടാണ് ഈ ബേസ്മെൻറ്റ് മെംബ്രെയിൻ ആക്ട് ചെയ്യുന്നത്. അപ്പോൾ എനിവേ ദിസ് ഈസ് ദ ആൽവിയോലാർ പാർട്ട് ആൻഡ് ദിസ് ഈസ് ദി ബ്ലഡ് വെസൽ പാർട്ട്. അതിൽ ഇത് ആൽവിയോലാർ എപ്പിത്തീലിയം ആൻഡ് ഇത് endothelium of blood vessel, and together they form the respiratory membrane. അപ്പോൾ ഇങ്ങനൊരു മെംബ്രെയിൻ ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ പിക്ചറിൽ കാണിച്ചിട്ടുള്ള പോലെ ഗേഷ്യസ് എക്സ്ചേഞ്ച് നടക്കുകയുള്ളൂ. ഓക്കെ, ഇനി ഗേഷ്യസ് എക്സ്ചേഞ്ച് സംഭവിക്കണമെങ്കിൽ ഡിഫ്യൂസിങ് കപ്പാസിറ്റി എന്ന് പറഞ്ഞിട്ട് ആ ഗ്യാസസിനൊക്കെ ഒരു എന്താ പറയുക, ഒരു ഫാക്ടർ ഉണ്ട്.
അതിനെ ബേസ് ചെയ്ത് മാത്രം ആണ് ഗേഷ്യസ് എക്സ്ചേഞ്ച് നടക്കുകയുള്ളൂ. അതായത് എല്ലാ ഗ്യാസസിനും ഡിഫ്യൂസ് ചെയ്യാനുള്ളൊരു എബിലിറ്റി അല്ലെങ്കിൽ അതിന് കുറേ ഫീച്ചേഴ്സ് വേറെയും വരുന്നുണ്ട്. അപ്പോൾ ഏതൊരു ഗ്യാസ് ആണെങ്കിലും ഈ റെസ്പിറേറ്ററി മെംബ്രെയിനിൽ കൂടെ ക്രോസ് ചെയ്ത് പോകണമെങ്കിൽ അതിന് ചില ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ട്. അത്തരത്തിലുള്ള ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻസിൽ വരുന്ന ഒരു കാറ്റഗറിയാണ് ഡിഫ്യൂസിങ് കപ്പാസിറ്റി. സോ ഡിഫ്യൂസിങ് കപ്പാസിറ്റി എന്താണ്? It is the volume of gas that diffuses through the respiratory membrane per minute for a pressure gradient of 1 millimeter Hg. അതായത് ഡിഫ്യൂസിങ് കപ്പാസിറ്റി ഇപ്പോൾ ഓക്സിജൻ്റെ ഡിഫ്യൂസിങ് കപ്പാസിറ്റിയും കാർബൺ ഡൈ ഓക്സൈഡ് ഡിഫ്യൂസിങ് കപ്പാസിറ്റിയും രണ്ടാണ്. പക്ഷെ എന്നാലും അത് രണ്ടും ഈ റെസ്പിറേറ്ററി മെംബ്രെയിൻ സപ്പോർട്ട് ചെയ്യുന്ന ഡിഫ്യൂസിങ് കപ്പാസിറ്റി ഉള്ളതാണ്. ഇപ്പോൾ പല ഒരുപാട് തരത്തിലുള്ള ഗ്യാസസ് നമ്മുടെ റെസ്പിറേറ്ററി ട്രാക്റ്റിൽ കൂടെ പാസ് ചെയ്ത് പോകുന്നുണ്ട്. ഓക്സിജൻ കാർബൺ ഡൈ ഓക്സൈഡ് മാത്രമല്ല വരുന്നത്, വേറെയും ഒരുപാട് ഗ്യാസസ് ഉണ്ട്. ഇപ്പോൾ നമ്മുടെ എയറിൽ വരുന്ന മറ്റ് ഇതുണ്ട്. പക്ഷേ അതിലെല്ലാം തന്നെ നമ്മുടെ ബോഡിയിലേക്ക് എൻ്റർ ചെയ്യുന്നുമില്ല. ആൻഡ് ദ റീസൺ ഫോർ ബ്ലോക്കിംഗ് ദോസ് gaseous entry is the diffusing capacity. അപ്പോൾ അതിൽ എന്താണ് ഡിഫ്യൂസിങ് കപ്പാസിറ്റി? അതിൻ്റെ ഡെഫിനിഷനാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഇറ്റ് ഈസ് ദ വോളിയം ഓഫ് ഗ്യാസ് ദാറ്റ് ഡിഫ്യൂസസ് ത്രൂ ദ റെസ്പിറേറ്ററി മെംബ്രെയിൻ പെർ മിനിറ്റ് ഫോർ എ പ്രഷർ ഗ്രേഡിയൻറ്റ് ഓഫ് 1 millimeter. 1 millimeter ഡിഫറൻസ് പ്രഷർ ഗ്രേഡിയൻസ് ഉണ്ടെങ്കിൽ, പ്രഷർ ഗ്രേഡിയൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് പ്രഷർ ഡിഫറൻസ്, കോൺസെൻട്രേഷൻ ഗ്രേഡിയൻ എന്ന് പറയുന്ന പോലെ പ്രഷർ ഡിഫറൻസ് 1 millimeterൽ പ്രഷർ ഡിഫറൻസ് ഉണ്ടെങ്കിൽ പോലും അവിടെ ആ ഗേഷ്യസ് ഡിഫ്യൂഷൻ നടന്നിരിക്കും. ആൻഡ് അത് എത്ര വോളിയം ഓഫ് ഗ്യാസ്, ഒരു മിനിറ്റിൽ എത്ര വോളിയം ഓഫ് ഗ്യാസ് ആണ് ഈ ഒരു ഗ്രേഡിയൻസിൽ മൂവ് ചെയ്യുന്നത്, അതാണ് ഡിഫ്യൂസിങ് കപ്പാസിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇറ്റ്സ് ജസ്റ്റ് എ ടേം, അറിഞ്ഞിരിക്കാൻ വേണ്ടി മാത്രമുള്ളതാണ്. ആൻഡ് ഡിഫ്യൂസിങ് കപ്പാസിറ്റി ഇൻ ടേൺ ഡിപ്പെൻഡ്സ് അപ്പോൺ പ്രഷർ ഗ്രേഡിയൻറ്റ്. ഞാൻ പറഞ്ഞു പ്രഷർ ഡിഫറൻസ്. ഇപ്പോൾ ആൽവിയോലയിലും ബ്ലഡിലും പ്രഷർ ഡിഫറൻസ് ഉണ്ടെങ്കിൽ മാത്രമല്ലേ ഡിഫ്യൂഷൻ സംഭവിക്കുള്ളൂ. അതായത് ആൽവിയോലയിൽ പ്രഷർ കൂടുതലും ബ്ലഡിൽ പ്രഷർ കുറവും ഉണ്ടാകുമ്പോൾ അവിടെ ഒരു ചെറിയ ഡിഫറൻസ് വന്നു. ആ ഡിഫറൻസിലാണ് ഡിഫ്യൂഷൻ അവിടെ സംഭവിക്കുന്നത്. ദെൻ സോളിബിലിറ്റി ഓഫ് ഗ്യാസ് ഇൻ ദ ഫ്ലൂയിഡ് മീഡിയം. ഈ പറഞ്ഞ ഓക്സിജൻ ആണെങ്കിലും കാർബൺ ഡൈ ഓക്സൈഡ് ആണെങ്കിലും ബ്ലഡിൽ സോളിബിൾ ആണ്. ഓക്കെ, സോളിബിൾ എന്ന് ഉദ്ദേശിക്കുന്നത് അതിലങ്ങോട്ട് നമ്മൾ പഞ്ചസാര ഉപ്പോ വെള്ളത്തിലിട്ട് കലങ്ങുന്ന പോലെ അങ്ങനത്തെ ഒരു കണ്ടീഷനല്ല ഉദ്ദേശിക്കുന്നത്. അത് സപ്പോർട്ടീവാണ്, അതിനകത്ത് കൂടെ സുഖമായിട്ട് അത് ട്രാൻസ്പോർട്ട് ചെയ്ത് പോകാൻ പറ്റും. സോ സോളിബിലിറ്റി ഓഫ് ഗ്യാസ്. ബാക്കിയുള്ള ഗ്യാസസ്, ഇപ്പോൾ കാർബൺ മോണോക്സൈഡിനും അത് പോസിബിളാണ്, പക്ഷേ ബാക്കിയുള്ള ഗ്യാസസിനൊന്നും ഈ പറഞ്ഞൊരു സോളിബിലിറ്റി എന്ന് പറയുന്ന ഫാക്ടർ വരുന്നില്ല. ദെൻ ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് ദി റെസ്പിറേറ്ററി മെംബ്രെയിൻ. അത് ചെറിയൊരു ഏരിയ ആണെങ്കിൽ ഡിഫ്യൂസിങ് കപ്പാസിറ്റി കുറയും. ചെറിയ ഏരിയയിൽ കൂടെ കുറച്ച് എമൗണ്ട് അല്ലേ പോവുള്ളൂ, അപ്പോൾ അത് തന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ദെൻ മോളിക്കുലർ വെയിറ്റ് ഓഫ് ദി ഗ്യാസ് ആൻഡ് തിക്നെസ് ഓഫ് ദി റെസ്പിറേറ്ററി മെംബ്രെയിൻ. തിക്നെസ് കൂടുന്നതിനനുസരിച്ച് എന്താ പറയുക, ഡിഫ്യൂസിങ് കപ്പാസിറ്റി കുറയും. കാരണം എന്താ, തിക്നെസ് കൂടുമ്പോൾ അവർക്ക് കൂടുതൽ വന്നാൽ മാത്രമേ മൂവ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, സോ ഡിഫ്യൂസിങ് കപ്പാസിറ്റി ഡിപ്പെൻഡ്സ് അപ്പോൺ ദീസ് ഫാക്ടേഴ്സ്. Diffusion of these gases depends upon a law called the Fick's law of diffusion. ഇതിനെ ബേസ് ചെയ്തിട്ടാണ് ആ ഡിഫ്യൂഷൻ എന്നുള്ള പ്രോസസ്സ് അവിടെ നടക്കുന്നത്, ഗേഷ്യസ് ഡിഫ്യൂഷൻ എന്നുള്ളത് നടക്കുന്നത്. എന്താണ് ഫിക്സ് ലോ ഓഫ് ഡിഫ്യൂഷൻ? ഇറ്റ് ഈസ് ദി എമൗണ്ട് ഓഫ് ഗ്യാസ് ക്രോസിംഗ് എ ഗിവൺ ഏരിയ ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ഏരിയ അവൈലബിൾ ഫോർ ഡിഫ്യൂഷൻ, കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റ് ആൻഡ് എ കോൺസ്റ്റൻറ്റ് കോൾഡ് ഡിഫ്യൂഷൻ കോഎഫിഷ്യൻറ്റ്. എന്ന് പറഞ്ഞാൽ ഈ ഫിക്സ് ലോ ഓഫ് ഡിഫ്യൂഷൻ പറയുന്നത് ഇങ്ങനെയാണ്. ആ റെസ്പിറേറ്ററി മെംബ്രെയിനിൽ കൂടെ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഏരിയ, റെസ്പിറേറ്ററി മെംബ്രെയിനിൻ്റെ ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ കൂടെ എമൗണ്ട് ഓഫ് ഗ്യാസ്, ഒരു പെർട്ടിക്കുലർ വോളിയം ഓഫ് ഗ്യാസ് പാസ് ചെയ്യുന്നത് ഇറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി ഏരിയ അവൈലബിൾ ഫോർ ഡിഫ്യൂഷൻ. എത്രമാത്രം അവിടെ സ്പേസ് അവൈലബിൾ ആണോ അതിനെ ബേസ് ചെയ്തിരിക്കും. ദെൻ കോൺസെൻട്രേഷൻ ഓർ പ്രഷർ ഗ്രേഡിയൻറ്റ്, ഞാൻ നേരത്തെ പറഞ്ഞു ആ ഡിഫറൻസ്, പ്രഷർ വേരിയേഷൻ വരുന്നത്. ആൻഡ് എ കോൺസ്റ്റൻറ്റ് കോൾ ഡിഫ്യൂഷൻ കോഎഫിഷ്യൻറ്റ്. നമ്മളെപ്പോഴും ഇപ്പോൾ ബാക്ക് ടു മാത്സ് ഓഫ് ഫിസിക്സ് നമ്മളവിടെ പോകുന്ന സമയത്ത് അവിടെ നമ്മൾ എപ്പോഴും ഒരു ഇത് പറയുന്നതാണ്, ഈ പ്രൊപ്പോർഷണൽ ഇത് വാല്യൂ മാറ്റാൻ വേണ്ടിയിട്ട് നമ്മളെപ്പോഴും ഒരു കോൺസ്റ്റൻറ്റിനെ ആഡ് ചെയ്ത് വെക്കും. അപ്പോഴാണത് നമ്മൾ ആ ഈക്വൽ ടു സൈൻ ഇടുന്നത്. ആ സെയിം തന്നെയാണ് ഇവിടെയും വരുന്നത്. അങ്ങനെ ആ ഒരു പ്രൊപ്പോർഷണാലിറ്റീനെ മാറ്റാൻ വേണ്ടിയിട്ട് വരുന്നതാണ് ഡിഫ്യൂഷൻ കോഎഫിഷ്യൻറ്റ് എന്ന് പറയുന്നത്. സോ ഇതാണ് അതിൻ്റെ ഫിക്സ് ലോ ഓഫ് ഡിഫ്യൂഷൻ. ആൻഡ് അതിൽ ജെ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ദ എമൗണ്ട് ഓഫ് ഗ്യാസ് ക്രോസിംഗ് ദ റെസ്പിറേറ്ററി മെംബ്രെയിൻ ഇസ് ഈക്വൽ ടു മൈനസ് ഡി. ഡി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ദ ഡിഫ്യൂഷൻ കോഎഫിഷ്യൻറ്റ് ഇൻ ടു എ.
എ എന്ന് പറയുന്നത് ഏരിയ അവൈലബിൾ ഫോർ ഡിഫ്യൂഷൻ ഇൻറ്റു dc/dx. dc/dx എന്ന് പറയുന്നത് ആ ഒരു കോൺസെൻട്രേഷൻ ഗ്രേഡിയൻസ് ആണ്. അപ്പോൾ ആ ഒരു ഇത് പറയുന്ന ഇക്വേഷൻ പറയുന്നത് J = -d ഇൻറ്റു എ ഇൻറ്റു dc/dx ആണ്. അതിൽ ആ നെഗറ്റീവ് സൈൻ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഡിഫ്യൂഷൻ ഫ്രം ഹയർ കോൺസെൻട്രേഷൻ ടു ലോവർ കോൺസെൻട്രേഷൻ. അതാണ് നെഗറ്റീവ് സൈനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ലോയിനെ ബേസ് ചെയ്തിട്ടാണ് ശരിക്കും ഗേഷ്യസ് എക്സ്ചേഞ്ച് നമ്മുടെ ബോഡിക്കകത്ത് നടക്കുന്നത്. ഓക്കെ, അതിപ്പോൾ ആൽവിയോലയിൽ നിന്ന് ബ്ലഡിലേക്കാണെങ്കിലും ബ്ലഡിൽ നിന്ന് ടിഷ്യൂസിലേക്കാണെങ്കിലും ഈ പറഞ്ഞ ലോയിൽ കൂടെയാണ് അവിടെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, സോ ഇത് ഗേഷ്യസ് എക്സ്ചേഞ്ച് ഇൻ ലങ്സ്. അതായത് നമ്മൾ ഇൻസ്പയർ ചെയ്യുന്ന എയറിലുള്ള ഓക്സിജനും അതെല്ലാം കൂടി ചേർന്നിട്ട് ആൽവിയോലയിലേക്ക് എത്തുന്നു. So air from the atmosphere enters inside the alveoli. The respiratory tract kuda alveoli ettunnu. Through the respiratory membrane gaseous exchange avada nadakkunnu. At the same time deoxygenated blood from the heart reaches the alveoli. Avade ettumbo oxygen from the alveoli diffuses into the blood and carbon dioxide from the blood diffuses into the alveoli. എന്നിട്ട് എക്സ്പയർഡ് എയർ കൂടെ കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് പോകും. ആൻഡ് ഓക്സിജൻ പിന്നെ നേരെ ഇതിൽ കൂടെ പൾമണറി വെയിൻസിൽ കൂടെ ഹാർട്ടിലേക്ക് എത്തുന്നു. സോ അത് ഓക്സിജനേറ്റഡ് ബ്ലഡ് ആയിട്ട് അത് പോകുന്നു. ഇതാണ് ആൽവിയോലയിൽ നടക്കുന്ന ഗേഷ്യസ് എക്സ്ചേഞ്ച്. സോ ഡിഫ്യൂഷൻ ഓഫ് ഓക്സിജൻ. ഇവിടെ ഞാൻ ജസ്റ്റ് നമുക്ക് ആ ഒരു പ്രഷർ ഡിഫറൻസ് അറിയാൻ വേണ്ടിയിട്ടുള്ള വാല്യൂസ് കാണിച്ചിരിക്കുന്നതാണ്. അത്ര ഇതല്ല ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടുള്ളതല്ലെങ്കിൽ നിങ്ങൾ എക്സാമിന് എഴുതണം നിർബന്ധമൊന്നുമില്ല, ജസ്റ്റ് അറിഞ്ഞിരിക്കാൻ വേണ്ടി മാത്രമുള്ളൊരു ഇതാണ്. സോ പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ ഇൻ അറ്റ്മോസ്ഫിയറിക് എയർ ഈസ് 159 mm/Hg. ഇത്രയുമാണ് നമ്മൾ ഇൻഹെയിൽ ചെയ്യുന്ന എയറിനകത്തുള്ള ഓക്സിജൻ്റെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത്. അറ്റ് ദി സെയിം ടൈം ആൽവിയോലയിൽ ആ സമയത്ത് ഉണ്ടാവുന്ന ഓക്സിജൻ്റെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് 104 mm/Hg ആണ്. അപ്പോൾ അവിടെ ഒരു നല്ലൊരു പ്രഷർ ഡിഫറൻസ് വന്നു അല്ലേ. സോ ഈ ഒരു പ്രഷർ ഡിഫറൻസ് ആണ് ഓക്സിജനേറ്റഡ് എയറിന് ലങ്സിലേക്ക് എൻട്രി ചെയ്യാനുള്ളൊരു അട്രാക്റ്റീവ് ഫീച്ചർ എന്ന് പറയുന്നത്. ഇനി ആൽവിയോലയിലുള്ള ഓക്സിജൻ്റെ ലെവൽ എന്ന് പറയുന്നത് 104 mm/Hg. അതേസമയം ബ്ലഡിലുള്ള ഓക്സിജൻ്റെ പാർഷ്യൽ പ്രഷർ എന്ന് പറയുന്നത് 40 mm/Hg ആണ്. ഒരു 64 mm ഡിഫറൻസ് വന്നു. അപ്പോൾ ആ ഒരു ഡിഫറൻസ് ആണ് ആൽവിയോലയിൽ നിന്നും ബ്ലഡിലേക്ക് ഓക്സിജനെ ഡിഫ്യൂസ് ചെയ്യാനുള്ളൊരു അട്രാക്റ്റീവ് ഫീച്ചറായിട്ട് വരുന്നത്. ജസ്റ്റ് അറിയാൻ വേണ്ടിയിട്ടുള്ളൊരു പോയിന്റ് പറഞ്ഞതാണ്. ഇതേപോലെ തന്നെ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെയും വാല്യൂസ് വരുന്നുണ്ട്. ഡിഫ്യൂഷൻ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്. പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഇൻ ആൽവിയോലൈ ഈസ് just 40 mm/Hg. At the same time, partial pressure of carbon dioxide in blood is 46 mm/Hg. അപ്പോൾ ഒരു 6 mm കൂടുതലാണ് എവിടെ ബ്ലഡിൽ ആൽവിയോലൈനെ കമ്പയർ ചെയ്യുമ്പോൾ. അപ്പോൾ ആ ഒരു 6 mm ആണെങ്കിൽ പോലും അതൊരു ഡിഫറൻസ് തന്നെ, അതൊരു കൂടുതൽ തന്നെയാണ്. അപ്പോൾ ആ ഒരു കൂടുതലുള്ളത് കൊണ്ട് ബ്ലഡിൽ നിന്നും കാർബൺ ഡൈ ഓക്സൈഡ് നേരെ ആൽവിയോലൈയിലേക്ക് ഡിഫ്യൂസ് ചെയ്യുന്നു. അപ്പോൾ ഇതാണ് ആ ഒരു കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ഡിഫ്യൂഷൻ ലെവൽ പറയുന്നത്. ഓക്കെ, ഇത്രയും ആണ് ഈ ഒരു എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസിനെ പറ്റി പറയാനുള്ളത്. പിന്നെ വരുന്നത് അതിൻ്റെ തന്നെ നേരത്തെ കാണിച്ച ആ ഒരു ടിഷ്യൂസിലെത്തുമ്പോൾ എങ്ങനെയാണ് അത് വരുന്നതെന്നുള്ളത്. സോ സിസ്റ്റമിക് സർക്കുലേഷൻ വഴി ഓക്സിജനേറ്റഡ് ബ്ലഡ് ടിഷ്യൂസിലെത്തുന്നു. ടിഷ്യൂസിലെത്തുമ്പോൾ ടിഷ്യൂസിലാണെങ്കിൽ ഓക്സിജൻ്റെ കോൺസെൻട്രേഷൻ കുറവാണ്, കാർബൺ ഡൈ ഓക്സൈഡ് കോൺസെൻട്രേഷൻ കൂടുതലാണ്. സോ ബ്ലഡിൽ നിന്നും ഓക്സിജൻ നേരെ ടിഷ്യൂസിലേക്ക് മൂവ് ചെയ്യുന്നു, ടിഷ്യൂസിൽ നിന്നും കാർബൺ ഡൈ ഓക്സൈഡ് നേരെ ബ്ലഡിലേക്ക് മൂവ് ചെയ്യുന്നു. അങ്ങനെ ആ ഡീഓക്സിജനേറ്റഡ് ബ്ലഡ്
ഇൻഫീരിയർ വിനാ കാവ ആൻഡ് സുപ്പീരിയർ വിനാ കാവ വഴി ഹാർട്ടിലേക്ക് എത്തുന്നു. ഇത് ടിഷ്യൂസിൽ നടക്കുന്ന ഗേഷ്യസ് എക്സ്ചേഞ്ച്. ഓക്കെ, അപ്പം അതിൽ നേരത്തെ കാണിച്ച ആ ഒരു ആൽവിയോലയിൽ നടക്കുന്ന ഗേഷ്യസ് എക്സ്ചേഞ്ച്, അതാണ് നമ്മൾ എക്സ്റ്റേണൽ റെസ്പിറേഷൻ എന്ന് പറയുന്നത്. ആൻഡ് ഈ കാണിച്ചിരിക്കുന്നത് ഇൻറ്റേർണൽ റെസ്പിറേഷൻ എന്ന് പറയും. ഗേഷ്യസ് എക്സ്ചേഞ്ച് ബിറ്റ്വീൻ ദ ബ്ലഡ് ആൻഡ് ദ ടിഷ്യൂസ്. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ഗേഷ്യസ് എക്സ്ചേഞ്ചിനെ പറ്റി പറയാനുള്ളത്. ഇത് ആ ഒരു കംപ്ലീറ്റ് ഇപ്പോൾ ഈ പറഞ്ഞ പ്രോസസ്സ്, അതായത് ഗേഷ്യസ് എക്സ്ചേഞ്ച് ഇതിനകത്തു നിന്നും ആൽവിയോലയിൽ നിന്ന് ബ്ലഡിലേക്കും ബ്ലഡിൽ നിന്നും ടിഷ്യൂസിലേക്ക് പോകുന്നത് ജസ്റ്റ് കാണിച്ചിരിക്കുന്നതാണ്. എക്സ്റ്റേണൽ എൻവയറമെൻറ്റിൽ നിന്ന് ആ ഒരു എയർ, ഓക്സിജനേറ്റഡ് എയർ ആൽവിയോലയിലേക്ക് എത്തി. ഇത് ഈ കാണിച്ചിരിക്കുന്നതാണ് റെസ്പിറേറ്ററി മെംബ്രെയിൻ എന്ന് പറയുന്നത്. ഈ ഒരു എൻറ്റയർ സ്ട്രക്ചർ, ഇത്രയും ഭാഗം റെസ്പിറേറ്ററി മെംബ്രെയിൻ ആണ്. കാരണം ഇത് ആൽവിയോലയുടെ സെൽസും ഇത് എൻഡോത്തീലിയം ഓഫ് ബ്ലഡ് വെസലുമാണ്. ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിൽ കാണുന്ന ഒരു കോമൺ മെംബ്രെയിനാണ് ബേസ്മെൻറ്റ് മെംബ്രെയിൻ എന്ന് ഞാൻ നേരത്തെ പറഞ്ഞത്. അപ്പോൾ ഈ ഒരു റെസ്പിറേറ്ററി മെംബ്രെയിനിൽ കൂടെ ഓക്സിജൻ ഫ്രം ആൽവിയോലൈ മൂവ്സ് ടു ദ ബ്ലഡ് ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് ഫ്രം ദ ബ്ലഡ് മൂവ്സ് ടു ദ ആൽവിയോലൈ. ബ്ലഡിൽ നിന്ന് ഓക്സിജൻ അത് നേരെ ടിഷ്യൂസിലേക്ക് മൂവ് ചെയ്യുന്നു. ടിഷ്യൂസിൽ നിന്നും കാർബൺ ഡൈ ഓക്സൈഡ് ബ്ലഡിലേക്ക് മൂവ് ചെയ്യുന്നു. അപ്പോൾ ഇത് ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങളും ഒരുമിച്ച് ഒറ്റ പിക്ചറിൽ കാണിച്ചിട്ടുണ്ട് എന്നുള്ളതേ ഉള്ളൂ. നത്തിങ് മോർ ദാൻ ദാറ്റ്. Then comes transport of gases. ഇത് ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. എപ്പോഴും എക്സാമിന് സ്ഥിരമായിട്ട് ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻസാണ് ഇതെന്ന് വരുന്നത്. സോ ബി കോൺഷ്യസ്. അപ്പോൾ ഇപ്പം നമ്മൾ പറഞ്ഞത്, നേരത്തെ ടോപ്പിക്കിൽ നമ്മൾ പറഞ്ഞത് എക്സ്ചേഞ്ച് ആണ്. ആൽവിയോലൈയും ബ്ലഡും തമ്മിലും ബ്ലഡും ടിഷ്യൂവും തമ്മിൽ ഈ രണ്ട് ഗ്യാസസിനെ എക്സ്ചേഞ്ച് ചെയ്യുന്ന കാര്യങ്ങളാണ് പറഞ്ഞത്. ഇനി എങ്ങനെയാണ് അവരെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ആൽവിയോലയിൽ നിന്നും ബ്ലഡിലേക്ക് ഓക്സിജൻ വന്നു. ആ ഓക്സിജൻ ടിഷ്യൂസിലേക്ക് എത്തണമെങ്കിൽ ബ്ലഡിൽ കൂടെ അത് വെറുതെ ഇങ്ങനെ ഓടി ഓടി പോവോ? ഇല്ല, അതിനൊരു ട്രാൻസ്പോർട്ടിങ് മെക്കാനിസം കാണും. അപ്പോൾ അത് എങ്ങനെയാണ് ടിഷ്യൂസിലേക്ക് എത്തുന്നത്? അതേപോലെ തന്നെ കാർബൺ ഡൈ ഓക്സൈഡ് ടിഷ്യൂസിൽ നിന്നും അതെങ്ങനെയാണ് ലങ്സിലേക്കും എത്തിക്കപ്പെടുന്നത്? അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഈ ട്രാൻസ്പോർട്ട് ഓഫ് ഗ്യാസസ് എന്നുള്ള കോണ്ടെക്സ്റ്റിൽ പറയുന്നത്. അതിൽ രണ്ടെണ്ണം ഇമ്പോർട്ടൻ്റ് ആണ്. ട്രാൻസ്പോർട്ട് ഓഫ് ഓക്സിജൻ ആസ് വെൽ ആസ് ട്രാൻസ്പോർട്ട് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. രണ്ടും സ്ഥിരമായിട്ട് എക്സാമിന് ചോദിക്കാറുള്ളതാണ്. അതിലേതെങ്കിലും ഒന്ന് ചിലപ്പോൾ ചോദിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ രണ്ടും കൂടെ ഒരുമിച്ചായിട്ടും ചോദിക്കാറുണ്ട്. So the first is about transport of oxygen, and oxygen is transported in two forms. രണ്ട് രീതിയിലാണ് ഓക്സിജൻ ട്രാൻസ്പോർട്ടേഷൻ നടക്കുന്നത്. വൺ ഇസ് ഡിസോൾവ്ഡ് ഇൻ പ്ലാസ്മ. അത് പക്ഷെ വളരെ കുറച്ച് എമൗണ്ട് മാത്രമേ ഉള്ളൂ, 3% മാത്രം. ഡിസോൾവ്ഡ് ഇൻ പ്ലാസ്മ എന്ന് പറയുമ്പോൾ പ്ലാസ്മയിലുള്ള ആൽബുമിൻ ഒക്കെ ആയിട്ട് കമ്പൈൻ ചെയ്തിട്ടാണ് ട്രാൻസ്പോർട്ടേഷൻ നടക്കുന്നത്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് ഇസ് in the form of oxyhemoglobin, that is oxygen in combination with hemoglobin. അതാണ് മെജോറിറ്റി ആയിട്ട് പോകുന്നത്. 97% ട്രാൻസ്പോർട്ടേഷൻ നടക്കുന്നത് ഓക്സിഹീമോഗ്ലോബിൻ്റെ രൂപത്തിലാണ്. ആൽവിയോലയിൽ നിന്നുള്ള ആ ഓക്സിജൻ ബ്ലഡിലേക്ക് എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ഹീമോഗ്ലോബിനുമായിട്ട് കമ്പൈൻ ചെയ്തിട്ടാണ് അവർ പോകുന്നത്. ഇനി ഇതിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ പാർട്ട് ജസ്റ്റ് കുറച്ച് മാത്തമാറ്റിക്കൽ ടേംസിൽ പറയുകയാണ്. 1 gram ഹീമോഗ്ലോബിൻ ക്യാരീസ് 1.3 ml ഓഫ് ഓക്സിജൻ. അതായത് 1 gram ഹീമോഗ്ലോബിൻ ശരിക്കും ക്യാരി ചെയ്യേണ്ടത് 1.3 ml ഓഫ് ഓക്സിജനാണ്. 15 gram ഹീമോഗ്ലോബിൻ ഷുഡ് ക്യാരി 20.1 ml ഓഫ് ഓക്സിജൻ. ആ 15 gram എന്ന് പെർട്ടിക്കുലർലി നമ്മൾ പറയാൻ കാരണം, അല്ലെങ്കിൽ സ്പെസിഫിക് ആയിട്ട് പറയാൻ കാരണം, ഒരു ആവറേജ് ലെവൽ നമ്മൾ പറയാണ്, ഇറസ്പെക്റ്റീവ് ഓഫ് ജെൻഡർ, മെയിലോ ഫീമെയിലോ ഒന്നും വ്യത്യാസം പറയാതെ ഒരു ആവറേജ് ഇൻഡിവിജ്വലിൻ്റെ ഹീമോഗ്ലോബിൻ കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ കണ്ടൻറ്റ് എന്ന് പറയുന്നത് 15 gram ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. അപ്പോൾ 15 gram ഷുഡ് ആക്ച്വലി ക്യാരി 20.1 ml ഓഫ് ഓക്സിജൻ. അത് നമ്മൾ ആ ഒരു 15 × 1.34 ചെയ്യുമ്പോൾ ഈ ഒരു വാല്യൂ കിട്ടും. മാത്തമാറ്റിക്കൽ ടേംസ് ആണ്. ബട്ട് ആക്ച്വലി
15 gram of hemoglobin carries only 19 ml of oxygen, as only 95% of hemoglobin is fully saturated with oxygen. അപ്പോൾ 1.1 ml ഡിഫറൻസ് അവിടെ വന്നു, കുറവാണ്. ശരിക്കും ക്യാരി ചെയ്യേണ്ടത് 20.1 ആണ്, പക്ഷേ 19 ml മാത്രമേ ക്യാരി ചെയ്യുന്നുള്ളൂ. And it is because only 95% of hemoglobin is fully saturated with oxygen. അപ്പോൾ എന്താണ് ഈ ഫുള്ളി സാച്ചുറേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇപ്പോൾ ഒരു ഹീമോഗ്ലോബിൻ മോളിക്യൂളിന് 4 ഓക്സിജൻ മോളിക്യൂൾസിനെ ക്യാരി ചെയ്യാൻ പറ്റും. 4ൽ കൂടുതൽ അതിന് പറ്റില്ല. ഓക്കെ, ഒരു ഹീമോഗ്ലോബിന് 4 ഓക്സിജൻ മോളിക്യൂൾസിനെയാണ് ക്യാരി ചെയ്യാൻ പറ്റുന്നത്. സോ കൺസിഡർ ഒരു ഹീമോഗ്ലോബിൻ്റെ മുകളിൽ 4 ഓക്സിജൻ ചെയേഴ്സ് ഉണ്ട്. ഓക്സിജൻ ഇരിക്കാനുള്ള 4 കസേര ഉണ്ട്. അപ്പോൾ ഇതിൽ 4 എണ്ണത്തിൻ്റെയും മുകളിൽ ഓക്സിജൻ ഉണ്ടെങ്കിൽ നമ്മൾ ആ ഹീമോഗ്ലോബിനെ പറയുന്നത് ഫുള്ളി സാച്ചുറേറ്റഡ് ഹീമോഗ്ലോബിൻ എന്നാണ്. അതായത് അതിൻ്റെ മാക്സിമം ലെവലെത്തി. ഇനി അതിന് ഒരു 5ാമതൊരു ഓക്സിജൻ വന്നു കഴിഞ്ഞാൽ അതിനെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റില്ല, അതിൻ്റെ കംപ്ലീറ്റായി, സീറ്റ് കംപ്ലീറ്റായി. അതേസമയം അതിൽ ഒരു സീറ്റെങ്കിലും വേക്കൻ്റ് ആണെങ്കിൽ, ഈ 4 എണ്ണത്തിൽ ഒരു സീറ്റെങ്കിലും വേക്കൻ്റ് ആണെങ്കിൽ നമ്മൾ പറയുന്ന ആ ഹീമോഗ്ലോബിനെ പറയുന്നത് അൺസാച്ചുറേറ്റഡ് ഹീമോഗ്ലോബിൻ എന്നാണ്. ഓക്കെ, ഒന്നോ അതിൽ കൂടുതലോ സീറ്റ്സ് വേക്കൻ്റ് ആണെങ്കിൽ അൺസാച്ചുറേറ്റഡ് ഹീമോഗ്ലോബിൻ എന്ന് നമ്മൾ പറയും. ഓക്കെ, സോ 15 gram hemoglobin should actually carry 20.1 ml of oxygen. അതായത് 15 gram അത് 100% സാച്ചുറേഷൻ എന്ന് പറയുമ്പോൾ ശരിക്കും 20.1 ml of oxygen കൊണ്ടുപോകണം. പക്ഷേ 100% സാച്ചുറേഷൻ അവിടെ നടക്കുന്നില്ല, ഇറ്റ് ഈസ് ഓൺലി 95%. അപ്പോൾ ബാക്കി 5%ന് എന്ത് സംഭവിച്ചു? ബാക്കി 5% അൺസാച്ചുറേറ്റഡ് ആയി. എങ്ങനെ? അതാണ് അവിടുത്തെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ശരിക്കും ആൽവിയോലയിൽ നിന്ന് ആ എയർ, അതിനകത്തുള്ള ഓക്സിജൻ ഇതിലേക്ക് വരുമ്പോൾ, ബ്ലഡിലേക്ക് വരുമ്പോൾ 100% ഹീമോഗ്ലോബിനും ഫുള്ളി സാച്ചുറേറ്റഡ് ആയിട്ട് തന്നെയാണ് ലങ്സിൽ നിന്നും പുറപ്പെടുന്നത്. ഓക്കെ, പക്ഷേ അത് ലങ്സിൽ നിന്ന് ഹാർട്ടിലേക്ക് എത്തുന്ന സമയത്ത്, അല്ലെങ്കിൽ ഹാർട്ടിലെത്തിയതിന് ശേഷം അവിടുന്ന് പുറത്തേക്ക് വരുമ്പോൾ ഒരു ചെറിയ തോതിൽ മിക്സിംഗ് ഓഫ് പ്യോർ ആൻഡ് ഇംപ്യോർ ബ്ലഡ് അവിടെ നടക്കുന്നുണ്ട്. ദാറ്റ് ഈസ് കോൾഡ് ഫിസിയോളജിക്കൽ ഷണ്ട്, SHUNT, ഫിസിയോളജിക്കൽ ഷണ്ട്. അത് മിക്സിംഗ് ഓഫ് പ്യോർ ആൻഡ് ഇംപ്യോർ ബ്ലഡ് ആണ്. സോ അങ്ങനെ സംഭവിക്കുമ്പോൾ പ്യോർ ബ്ലഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ഓക്സിജൻ ഉള്ള ബ്ലഡാണ്. ഇംപ്യോർ ബ്ലഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഡീഓക്സിജനേറ്റഡ് ബ്ലഡാണ്, അതായത് ഓക്സിജൻ്റെ ലെവൽ വളരെ കുറവാണ്. അപ്പോൾ ഈ 100% ഹീമോഗ്ലോബിൻ സാച്ചുറേഷൻ വന്നിട്ടുള്ള ആ ബ്ലഡ് ഈ ഒരു മിക്സിങ് സംഭവിച്ചാൽ, ഇംപ്യോർ ബ്ലഡായിട്ട് മിക്സിങ് സംഭവിച്ചു കഴിഞ്ഞാൽ എന്താണ് അവിടെ സംഭവിക്കുക? ആ ഡീഓക്സിജനേറ്റഡ് ബ്ലഡിലുള്ള ഹീമോഗ്ലോബിനിലേക്ക് ഈ ഫുള്ളി സാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഓക്സിജനേറ്റഡ് ബ്ലഡ്, അതിനൊരു ചെറിയ സഹതാപം തോന്നും. അപ്പോൾ എന്ത് ചെയ്യും? ഇവർ കുറച്ച് ദാനശീലം കാണിച്ച് ഇവരുടെ നിന്ന് കുറച്ച് ഓക്സിജൻ ആ ഡീഓക്സിജനേറ്റഡ് ബ്ലഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ഓക്കെ, അപ്പോൾ അങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഒരു 5% ഹീമോഗ്ലോബിൻ അതിൻ്റെ ഓക്സിജനെ ആ ഡീഓക്സിജനേറ്റഡ് ബ്ലഡിലുള്ള ഹീമോഗ്ലോബിന് കൊടുക്കും. സോ ആ 5% ഹീമോഗ്ലോബിൻ അൺസാച്ചുറേറ്റഡ് ഹീമോഗ്ലോബിനായിട്ട് മാറും. ബാക്കി 95% ഹീമോഗ്ലോബിനാണ് ഫുള്ളി സാച്ചുറേറ്റഡ് ആയിട്ട് പോകുന്നത്. അതുകൊണ്ടാണ് ഒരു ആവറേജ് ഹീമോഗ്ലോബിൻ കണ്ടൻറ്റ് എടുക്കുമ്പോൾ 19 ml 1.1 ml ഡിഫറൻസ് ശരിക്കും അവിടെ വരുന്നത്. ഓക്കെ, ഇതാണ് അബൌട്ട് ഓക്സിജൻ ട്രാൻസ്പോർട്ടേഷൻ. ഇനി നമുക്കിതിൽ പറയാനുള്ളത് അബൌട്ട് ഓക്സിജൻ ഡിസോസിയേഷൻ കർവ്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതാണ് ഓക്സിജൻ ഹീമോഗ്ലോബിൻ ഡിസോസിയേഷൻ കർവ് എന്ന് പറയുന്ന. ഇറ്റ് ഈസ് എ സിഗ്മോയിഡ് കർവ്. സിഗ്മോയിഡ് എന്ന് പറഞ്ഞാൽ എസ് ഷേപ്ഡ് ആയിട്ടുള്ളൊരു കർവാണ്. അപ്പോൾ ഇതാണ് ഓക്സിജൻ അസോസിയേഷൻ ആൻഡ് ഡിസോസിയേഷനെ റെപ്രസെൻറ്റ് ചെയ്ത്. ശരിക്കും ഓക്സിജൻ ഡിസോസിയേഷൻ കർവ് എന്നാണ് ഇതിനെ പറയുന്നത്. എത്രമാത്രം ഓക്സിജനാണ് ഹീമോഗ്ലോബിനിൽ നിന്നും ഓരോ സ്റ്റേജിലും ഡിസോസിയേറ്റ് ചെയ്ത് പോകുന്നത്, എങ്ങനെയാണ് ഡിസോസിയേഷൻ, അത് പെട്ടെന്ന് സംഭവിക്കുമോ അതോ കുറച്ച് ടൈം എടുത്തിട്ടാണോ എന്നുള്ളതൊക്കെയാണ് ഈ ഒരു പിക്ചറിൽ കാണിക്കുന്നത്.
ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് എക്സാമിന് വരയ്ക്കേണ്ടതുമാണ്. ഓക്കെ, സോ ഇതിൽ ഈ എക്സ് ആക്സിസ് റെപ്രസെൻ്റ് ചെയ്യുന്നത് പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ ആൻഡ് വൈ ആക്സിസ് റെപ്രസെൻ്റ് ചെയ്യുന്നത് സാച്ചുറേഷൻ ഓഫ് ഹീമോഗ്ലോബിൻ, അല്ലെങ്കിൽ എത്രമാത്രം ഹീമോഗ്ലോബിൻ ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്തിട്ടുണ്ട്, ഡിസോസിയേഷൻ സംഭവിക്കുന്നത് എന്നൊക്കെയാണ് ഈ ഒരു പിക്ചറും റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളൊരു സ്റ്റാർട്ടിംഗ് പോയിന്റ് വെക്കുകയാണ്. പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ ഈസ് 100 millimeter of Hg. അവിടെ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ 100 millimeter of Hg ആവുന്ന സമയത്ത് നമ്മൾ പറഞ്ഞു ഓൾമോസ്റ്റ് 95% ഓഫ് ഹീമോഗ്ലോബിൻ ഇസ് ഫുള്ളി സാച്ചുറേറ്റഡ് വിത്ത് ഓക്സിജൻ. അത് ആൽവിയോലൈഡ് അവിടെ നിന്നാണ് തുടങ്ങുന്നത്. ഓക്കെ, ആൽവിയോലൈഡ് അവിടുന്ന് ആ ബ്ലഡിൽ ഹീമോഗ്ലോബിൻ കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ ആ സമയത്ത് 100 ആണ് പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ. അവിടെ നിന്നും എന്താ പറയുക, ആ ഹീമോഗ്ലോബിൻ ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് പോരുന്നു. സോ ദാറ്റ് ടൈം almost 95% of hemoglobin is fully saturated with oxygen. എന്നിട്ട് ആ ഒരു ഓക്സിജനേറ്റഡ് ബ്ലഡ് ടിഷ്യൂസിലേക്കൊക്കെ പോകുന്നു. അപ്പോൾ ടിഷ്യൂസിൽ പോകുന്നതിനനുസരിച്ച് ഇത് എൻറ്റയർ ആ ഒരു സിസ്റ്റമിക് സർക്കുലേഷനാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ടിഷ്യൂസിലേക്കൊക്കെ പോകുന്നതിനനുസരിച്ച്, ഓരോ ഭാഗത്തേക്ക് പോകുന്നതിനനുസരിച്ച് ഓക്സിജൻ ഇങ്ങനെ കുറച്ചായിട്ട് മാത്രമാണ് ഡിസോസിയേറ്റ് ചെയ്യുന്നത്. പാർഷ്യൽ പ്രഷർ കുറയുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, വളരെ കുറച്ച് മാത്രമായിട്ടാണ് ഓക്സിജൻ ഡിസോസിയേറ്റ് ചെയ്ത് പോകുന്നത്. ദാറ്റ് മീൻസ് ടിഷ്യൂസിലേക്ക് ആവശ്യമുള്ള ഓക്സിജൻ കൊടുക്കുന്നുണ്ട്, എന്നാൽ പോലും ഓരോ ഹീമോഗ്ലോബിനും വളരെ കുറച്ച് മാത്രം. അവർ കുറച്ച് സ്വാർത്ഥരാണ്, വിട്ടുകൊടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് വളരെ കുറച്ച് മാത്രം ഓക്സിജനാണ് വിട്ടുകൊടുക്കുന്നത്, എന്നാൽ പോലും ആ വിട്ടുകൊടുക്കുന്ന അത്രയും ഓക്സിജൻ ധാരാളമാണ് ആ ടിഷ്യൂസിന്. അതാണ് ഇവിടെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. സോ ടിഷ്യൂസിലേക്ക് പോകുന്നതിനനുസരിച്ച് പാർഷ്യൽ പ്രഷർ ഡിക്രീസസ്, ഓക്സിജൻ അങ്ങനെ നല്ലപോലെ കൊടുത്തുകൊണ്ടിരിക്കും, ഡിസോസിയേഷൻ നടക്കുന്നുണ്ട്. ആൻഡ് വെൻ ദ പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ റീച്ചസ് 40 millimeter Hg, 40 millimeter എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഡീഓക്സിജനേറ്റഡ് ബ്ലഡിനകത്ത് 40 millimeter Hg ആണ്. ടിഷ്യൂസ് അറ്റ് റെസ്റ്റ്, ടിഷ്യൂസിൻ്റെ ആ റെസ്റ്റിംഗ് പീരീഡിൽ അപ്പോഴാണ് ഓക്സിജൻ ഈ ഒരു ലെവലിലേക്ക് എത്തുന്നത്. അപ്പോൾ ഈ ഒരു ഗ്രാഫിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും 40 millimeter Hg ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് ആവുന്ന സമയത്തും ഓൾമോസ്റ്റ് 75% ഓഫ് ഹീമോഗ്ലോബിൻ ഈസ് സ്റ്റിൽ ഫുള്ളി സാച്ചുറേറ്റഡ് വിത്ത് ഓക്സിജൻ. ആലോചിക്കണം, 100 millimeter സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് 95% ഓഫ് ഹീമോഗ്ലോബിൻ ഈസ് ഫുള്ളി സാച്ചുറേറ്റഡ് വിത്ത് ഓക്സിജൻ. ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് ആകുമ്പോഴേക്കും ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് എന്ന് നമ്മൾ പറഞ്ഞാലും at that time also almost 75% of hemoglobin is still fully saturated with oxygen. അപ്പോഴും ഓക്സിജൻ അത്രയും എമൗണ്ട് ഹീമോഗ്ലോബിനുമായിട്ട് കമ്പൈൻ ചെയ്ത് നിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ഒരു പരിധിവരെ ഈ ബ്രെത്ത് കൺട്രോൾ ചെയ്ത് നിൽക്കുമ്പോഴും വലിയ പ്രശ്നം വരാത്തത്. കാരണം ബ്രെത്ത് കൺട്രോൾ ചെയ്ത് നിന്ന് എയർ അപ്പോഴും കിട്ടിയില്ല എന്നുണ്ടെങ്കിലും ഈ 75% ഹീമോഗ്ലോബിൻ അപ്പോഴും കേപ്പബിളാണ് ഓക്സിജൻ സപ്ലൈ ചെയ്യാനായിട്ട്. അപ്പോൾ കുറച്ച് നേരം കൂടി നമുക്ക് ആ ഒരു ഇത് കിട്ടും. പിന്നെയും അവിടെ നിന്നും പോയി കഴിഞ്ഞാലാണ് ആ ഒരു ഡിസോസിയേഷനും കംപ്ലീറ്റ് ആകുമ്പോഴാണ് പിടിച്ചാൽ കിട്ടാത്ത അവസ്ഥയിൽ വരുന്നത്. സോ 75% hemoglobin is still fully saturated with oxygen when the partial pressure of oxygen is 40 millimeter of Hg. Deoxygenated bloodലും 75% ഉണ്ട്. പക്ഷേ അവിടുന്ന് പിന്നെ അങ്ങോട്ട് നോക്കിയാൽ, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ബ്രെത്ത് കൺട്രോൾ ചെയ്ത് നിൽക്കുന്ന സമയത്ത് കുറച്ച് കഴിയുമ്പോഴേക്കും നമുക്ക് അസ്വസ്ഥത തോന്നാൻ തുടങ്ങും. അതിൻ്റെ റീസൺ ഇതാണ്, അതിലും താഴത്തേക്ക് പാർഷ്യൽ പ്രഷർ പോകാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ആ സമയത്ത് എബ്രപ്റ്റായിട്ട്, അതായത് പെട്ടെന്നായിരിക്കും പിന്നെ ഓക്സിജൻ്റെ ഡിസോസിയേഷൻ അവിടെ സംഭവിക്കുന്നത്. ഇനീഷ്യലി ഓക്സിജൻ വിട്ടുകൊടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, പക്ഷേ ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഓക്സിജൻ ഡിസോസിയേഷൻ അവിടെ സംഭവിക്കും. അതുകൊണ്ട് തന്നെ ആ ഗ്രാഫ് വളരെ എബ്രപ്റ്റായിട്ടാണ് താഴത്തേക്ക് മൂവ് ചെയ്യുന്നത്. അതാണ് ഈ ഒരു ഗ്രാഫ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇതാണ് അതിൻ്റെ ഒരു മാക്സിമം ലെവൽ എന്ന് പറയുന്നത്, 40 millimeter Hg. അതിനും താഴത്തേക്ക് ഓക്സിജൻ ഡിസോസിയേഷൻ കർവ് പോവുകയാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് പെട്ടെന്നായിരിക്കും ഓക്സിജൻ റിലീസ് സംഭവിക്കുന്നത്. പിന്നെ ഇതിൽ വരുന്നൊരു ടേമാണ് P50 എന്ന് പറയുന്നത്. P50 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു 28 millimeter of Hg പാർഷ്യൽ പ്രഷർ ആവുന്ന സമയത്ത്, ഓക്സിജൻ്റെ പാർഷ്യൽ പ്രഷർ എന്ന് പറയുമ്പോൾ ആ സമയത്തും ഓൾമോസ്റ്റ് 50% ഓഫ് ഹീമോഗ്ലോബിൻ ഈസ് സ്റ്റിൽ ഫുള്ളി സാച്ചുറേറ്റഡ് വിത്ത് ഓക്സിജൻ.
അത് ആ ഒരു പീരീഡാണ് ഞാൻ നേരത്തെ പറഞ്ഞ ബ്രെത്ത് കൺട്രോളിങ് പീരീഡ് എന്നൊക്കെ പറയുന്നത്. നമ്മളൊരു കുറച്ച് സെക്കൻഡ്, ഒരു 10 സെക്കൻഡോ ഒരു 20 സെക്കൻഡോ പോട്ടെ, ഒരു 30 സെക്കൻഡ്, 1 മിനിറ്റ് വരെയൊക്കെ നമ്മൾ നല്ലോണം ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ചിലർക്ക് 1 മിനിറ്റ് വരെയൊക്കെ ബ്രെത്ത് കൺട്രോൾ ചെയ്ത് നിൽക്കാൻ പറ്റുന്നൊരു കേപ്പബിലിറ്റി ഉണ്ട്. അത് അത്രയും എക്സ്ട്രീം ബ്രെത്ത് കൺട്രോളിങ് എക്സസൈസസ് ഒക്കെ ചെയ്താലാണ് അങ്ങനെ പറ്റുന്നത്. അപ്പോൾ എന്താണെങ്കിലും കുറച്ച് സെക്കൻഡ്സിലേക്ക് നമ്മൾ ബ്രെത്ത് കൺട്രോൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ പാർഷ്യൽ പ്രഷർ അതിനനുസരിച്ച് കുറയാൻ തുടങ്ങുമല്ലോ. ബട്ട് അറ്റ് ദാറ്റ് ടൈം ഓൾസോ ഓൾമോസ്റ്റ് 50% ഓഫ് ഹീമോഗ്ലോബിൻ വിൽ ബി ഫുള്ളി സാച്ചുറേറ്റഡ് വിത്ത് ഓക്സിജൻ. അതാണ് ഈ P50 എന്നുള്ള ടേം കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് നമുക്ക് ഈ ഓക്സിജൻ ഡിസോസിയേഷൻ കർവിൽ പറയാനുള്ളത്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഈ ഡിസോസിയേഷൻ കർവിന് എപ്പോഴൊക്കെയാണ് ചേഞ്ചസ് സംഭവിക്കുന്നത്. ഈ കർവ് എല്ലായ്പ്പോഴും ഇതേപോലെ തന്നെ നിൽക്കില്ല. ചില സമയങ്ങളിൽ അത് വ്യത്യാസം വരും. അതൊക്കെ ഏത് കണ്ടീഷൻസിലാണ് ആ ചേഞ്ചസ് സംഭവിക്കുന്നത്. ഇതാണ് ആ പിക്ചർ. അപ്പം നമ്മൾ ഇതും പഠിക്കണം. അപ്പോൾ എക്സാമിന് നിങ്ങൾക്ക് ചോദിക്കുന്ന സമയത്ത് ഈ 2 ഗ്രാഫുകളും വരയ്ക്കണം. സോ ഇതാണ് ഒറിജിനൽ ഗ്രാഫ് എന്ന് പറയുന്നത്, ഓക്സിജൻ ഡിസോസിയേഷൻ കർവ് എന്ന് പറയുന്നത്, ഈ റെഡ് ലൈനിൽ കാണിച്ചിരിക്കുന്നത്. ഈ ഗ്രാഫ് റൈറ്റ് സൈഡിലേക്കും ഷിഫ്റ്റ് ചെയ്യാം, ലെഫ്റ്റ് സൈഡിലേക്കും ഷിഫ്റ്റ് ചെയ്യാം. ഏതൊക്കെ കണ്ടീഷൻസിലാണ് റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ഷിഫ്റ്റിംഗ് സംഭവിക്കുന്നത്? റൈറ്റ് സൈഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്ന കണ്ടീഷൻസ് എന്ന് പറയുന്നത് റെഡ്യൂസ്ഡ് എഫിനിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് ഇൻക്രീസ്ഡ് കാർബൺ ഡൈ ഓക്സൈഡ് ലെവൽ, ഇൻക്രീസ്ഡ് ടെമ്പറേച്ചർ, ഇൻക്രീസ്ഡ് 2,3 DPG. DPG എന്ന് പറഞ്ഞാൽ ഡൈഫോസ്ഫോഗ്ലിസറേറ്റ്. ഡൈഫോസ്ഫോഗ്ലിസറേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഗ്ലൈക്കോളിസിസിലെ ഒരു ഇൻ്റർമീഡിയറ്റ് പ്രോഡക്റ്റ് ആണ്. അപ്പോൾ അതായത് ഗ്ലൈക്കോളിസിസ് എപ്പോഴാണ് നടക്കുന്നത്? എനേറോബിക് റെസ്പിറേഷനിലാണ്. അപ്പോൾ ഓക്സിജൻ്റെ ലെവൽ കുറയുമ്പോൾ ഈ കണ്ടീഷൻ വരുന്നു. ആൻഡ് ഇൻക്രീസ്ഡ് H+, അതായത് pH കുറയുന്ന സമയത്തും ഈ പറഞ്ഞ റൈറ്റ് സൈഡിലേക്ക് ഓക്സിജൻ ഡിസോസിയേഷൻ കർവ് ഷിഫ്റ്റ് ചെയ്യും. കാരണം എന്താ, ആ സമയത്ത് ഓക്സിജൻ്റെ ലെവൽ കുറവാണ്. സോ ഓട്ടോമാറ്റിക്കലി ഓക്സിജൻ ഡിസോസിയേഷനും എല്ലാം പെട്ടെന്ന് നടക്കും. ഈ വിചാരിക്കുന്ന ആ ഒരു റേഞ്ചിലായിരിക്കില്ല നമുക്ക് കാര്യങ്ങൾ സംഭവിക്കുന്നത്. ദെൻ ഓക്സിജൻ ഡിസോസിയേഷൻ കർവ് ലെഫ്റ്റ് സൈഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നത് ഏതൊക്കെ കണ്ടീഷൻസിലാണ്? ഡിക്രീസ്ഡ് ടെമ്പറേച്ചർ, decreased 2,3 diphosphoglycerate and decreased decreased H+, and increased oxygen level. ഓക്സിജൻ കൂടുമ്പോൾ സ്വാഭാവികമായിട്ട് ഹീമോഗ്ലോബിന് ഓക്സിജനോടായിരിക്കും കൂടുതൽ അട്രാക്ഷൻ ഉണ്ടാവുക. സോ ഹീമോഗ്ലോബിനുമായിട്ട് ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്യും. അപ്പോൾ ലെഫ്റ്റ് സൈഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. ഇനി ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷനിൽ ഓക്സിജൻ്റെ ലെവൽ കുറവും കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ലെവൽ വളരെ കൂടുതലുമാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഹീമോഗ്ലോബിന് കാർബൺ ഡൈ ഓക്സൈഡിനോടായിരിക്കും കൂടുതൽ അട്രാക്ഷൻ ഉണ്ടാവുക. അതുകൊണ്ടാണ് അത് റൈറ്റ് സൈഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അതാണ് ഈ ഒരു ഗ്രാഫ് കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ എക്സാമിന് ചോദിക്കുന്ന സമയത്ത് ഈ 2 ഗ്രാഫുകളും വരയ്ക്കണം. ഇനി ഏതൊക്കെ കണ്ടീഷൻസ് ഞാൻ പറഞ്ഞു ഓൾറെഡി, അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. കർവ് ഷിഫ്റ്റ്സ് ടു ദ റൈറ്റ് സൈഡ് ഡ്യൂറിങ് കണ്ടീഷൻസ് ലൈക്ക് ഇൻക്രീസ്ഡ് PCO2, അതിനെ ബോർ ഇഫക്റ്റ് എന്നും പറയും. അതായത് ഷിഫ്റ്റിംഗ് ഓഫ് ഓക്സിജൻ ഡിസോസിയേഷൻ കർവ് ടു ദ റൈറ്റ് സൈഡ് ഡ്യൂ ടു ഇൻക്രീസ്ഡ് പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്, അതിനെയാണ് ബോർ ഇഫക്റ്റ് എന്ന് പറയുന്നത്. സോ ആ സമയത്ത് ഡ്യൂ ടു ഇൻക്രീസ്ഡ് പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് PCO2, hemoglobin increases or hemoglobin will have greater affinity towards carbon dioxide compared to oxygen. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഓക്സിജനെ ഉള്ളതിനെയൊക്കെ ഡിസോസിയേറ്റ് ചെയ്തിട്ട് കാർബൺ ഡൈ ഓക്സൈഡുമായിട്ട് കമ്പൈൻ ചെയ്യും. അതുകൊണ്ടാണ് അത് റൈറ്റ് സൈഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ ഷിഫ്റ്റിംഗ് ഇഫക്റ്റിനെയാണ് ബോർ ഇഫക്റ്റ് എന്ന് പറയുന്നത്. ദെൻ ഇൻക്രീസ്ഡ് ടെമ്പറേച്ചർ, ഇൻക്രീസ്ഡ് 2,3 diphosphoglycerate, ഇൻക്രീസ്ഡ് H+ കോൺസെൻട്രേഷൻ. ഇതാണ് റൈറ്റ് സൈഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യാനുള്ള കണ്ടീഷൻസ്. ആൻഡ് ലെഫ്റ്റ് സൈഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്ന കണ്ടീഷൻസ് ഇൻക്രീസ്ഡ് PO2, ഡിക്രീസ്ഡ് ടെമ്പറേച്ചർ. ഇത്രയുമാണ് ഈ ഓക്സിജൻ ഡിസോസിയേഷൻ കർവിനെ പറ്റിയിട്ടും ട്രാൻസ്പോർട്ട് ഓഫ് ഓക്സിജനെ പറ്റിയിട്ടും പറയാനുള്ളത്. Then comes transport of carbon dioxide. So carbon dioxide transportation 4 രീതിയിലാണ് നടക്കുന്നത്. Dissolved in plasma, അത് 7% ആണ്. Then in the form of carbonic acid എന്ന് പറയുന്നത് H2CO3, അതാണ് അതിൻ്റെ കെമിക്കൽ ഫോർമുല.
ഇപ്പോൾ കാർബോണിക് ആസിഡ്, പക്ഷേ അത് വളരെ നെഗ്ലിജിബിൾ എമൗണ്ടിൽ മാത്രമേ ഉള്ളൂ, നമുക്കൊരു പെർസെൻറ്റേജ് ടേംസിലൊന്നും പറയാനില്ല. Then in the form of carbaminohemoglobin, that is hemoglobin in combination with carbon dioxide നെയാണ് കാർബമിനോ എന്ന് പറയുന്നത്. കാർബോക്സി ഹീമോഗ്ലോബിൻ എന്ന് പറഞ്ഞ വേറൊരു കമ്പോണൻ്റ് ഉണ്ട്, ഹീമോഗ്ലോബിൻ്റെ വേറൊരു ഫോം ഉണ്ട്. അത് ആക്ച്വലി ഹീമോഗ്ലോബിൻ ഇൻ കോമ്പിനേഷൻ വിത്ത് കാർബൺ മോണോക്സൈഡ് ആണ്. ഓക്കെ, ഡിഫറൻസ് മനസ്സിലാക്കണം. കാർബോക്സി ഹീമോഗ്ലോബിൻ കാർബൺ മോണോക്സൈഡ് ആണ്, കാർബമിനോ ഹീമോഗ്ലോബിൻ ആണ് കാർബൺ ഡൈ ഓക്സൈഡുമായിട്ടുള്ള കോമ്പിനേഷൻ. അപ്പോൾ അത് 30% ആണ് ഇൻ ദ ഫോം ഓഫ് കാർബമിനോ ഹീമോഗ്ലോബിൻ. ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് ഇസ് ട്രാൻസ്പോർട്ടഡ് ഇൻ മേജർ ഫോം ഇൻ ദ ഫോം ഓഫ് ബൈകാർബണേറ്റ്സ്. 63% ആണ് ബൈകാർബണേറ്റ്സ് രൂപത്തിൽ പോകുന്നത്. ബൈകാർബണേറ്റ്സ് എന്ന് പറഞ്ഞാൽ HCO3-, അതാണ് ബൈകാർബണേറ്റ് ഫോം. അപ്പോൾ ഇങ്ങനെയാണ് കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ. അപ്പോൾ അതിൽ പ്ലാസ്മയിൽ ഡിസോൾവ് ചെയ്യുന്നത് നേരത്തെ പറഞ്ഞ പോലെ ആൽബുമിൻ തന്നെയാണ്. ഓക്സിജനെ കൊണ്ടുപോയതുപോലെ തന്നെ കാർബൺ ഡൈ ഓക്സൈഡിനെയും കൊണ്ടുപോകുന്നു. കാർബമിനോ ഹീമോഗ്ലോബിൻ, ഡീഓക്സിജനേറ്റഡ് ഹീമോഗ്ലോബിൻ, ഓക്സിജൻ റിമൂവ് ചെയ്തിട്ടുള്ള ആ ഹീമോഗ്ലോബിനുമായിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് കമ്പൈൻ ചെയ്യുന്നതാണ് കാർബമിനോ ഹീമോഗ്ലോബിൻ. അത് 30% ആണ്. ആൻഡ് ബൈകാർബണേറ്റ് രൂപത്തിലുള്ളതാണ് നമുക്ക് മെയിനായിട്ട് ഇവിടെ പഠിക്കാനുള്ളത്. സോ ഈ പിക്ചറിൽ 2 പാർട്ടും കാണിക്കുന്നുണ്ട്. അത് നമുക്ക് രണ്ടും പറയാനുള്ളതാണ്. ഇത് ടിഷ്യൂ ലെവലിലും ഇത് ആൽവിയോലൈഡ് ലെവലിലും. അപ്പോൾ ആദ്യം നമുക്ക് ടിഷ്യൂ ലെവലിലുള്ള സംഭവത്തിനെ പറ്റി പറയാം. എങ്ങനെയാണ് കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ ടിഷ്യൂ ലെവലിൽ നിന്നും സ്റ്റാർട്ട് ചെയ്യുന്നത് ലങ്സിൽ വരെ എത്തുന്നത്. അപ്പോൾ ടിഷ്യൂസിൽ ഫോം ചെയ്തിട്ടുള്ള കാർബൺ ഡൈ ഓക്സൈഡ് അത് ബ്ലഡിലേക്ക് വന്നാൽ പ്ലാസ്മയിൽ ആദ്യം ഡിസോൾവ് ആവുന്നു. ആൻഡ് റിമൈനിങ് കാർബൺ ഡൈ ഓക്സൈഡ് നേരെ RBCയുടെ അകത്തേക്ക് എൻറ്റർ ചെയ്യുന്നു. ടിഷ്യൂസിൽ നിന്നും കാർബൺ ഡൈ ഓക്സൈഡ് RBCയുടെ അകത്തേക്ക് എൻറ്റർ ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾ ഇത് വരയ്ക്കുന്ന സമയത്ത് ഇതേപോലെ തന്നെ വരച്ച് വെച്ചാൽ മതി. വരയ്ക്കുന്ന സമയത്ത് ഇവിടെ ടിഷ്യൂസ് ആൻഡ് ഇവിടെ ബ്ലഡ് എന്ന് എഴുതി വെക്കണം. ഓക്കെ, ഇതിനെ RBC എന്നും മാർക്ക് ചെയ്യുകയും വേണം. So carbon dioxide from the tissues diffuses to the plasma, and from the plasma major part of carbon dioxide enters into the RBC. RBCയിൽ കുറച്ച് ഹീമോഗ്ലോബിനുമായിട്ട് കമ്പൈൻ ചെയ്യും, അതാണ് കാർബമിനോ ഹീമോഗ്ലോബിനായിട്ട് മാറുന്നത്. ബാക്കിയുള്ള കാർബൺ ഡൈ ഓക്സൈഡ് ഇറ്റ് കമ്പൈൻസ് വിത്ത് വാട്ടർ ഇൻസൈഡ് ദ RBC ആൻഡ് ഫോംസ് കാർബോണിക് ആസിഡ് H2CO3 in the presence of an enzyme called carbonic anhydrase. Okay, ഈ ഒരു എൻസൈമിൻ്റെ പ്രസൻസിലാണ് അത് സംഭവിക്കുന്നത്. കാർബൺ ഡൈ ഓക്സൈഡ് കമ്പൈൻസ് വിത്ത് വാട്ടർ ടു ഫോം H2CO3, കാർബോണിക് കാർബോണിക് ആസിഡ്. പക്ഷേ കാർബോണിക് ആസിഡ് എന്ന് പറയുന്നത് വളരെ അൺസ്റ്റേബിൾ ആയിട്ടുള്ളൊരു ആസിഡാണ്. അതിനധികം നേരമൊന്നും നിൽക്കാൻ പറ്റില്ല അതുപോലെ. സോ ഇറ്റ് ഇമ്മീഡിയറ്റ്ലി ഡിസോസിയേറ്റ്സ് ടു H+ ആൻഡ് HCO3-. ഓക്കെ, അങ്ങനെ 2 കമ്പോണൻസ് ആയിട്ട് മാറും. അതിൽ ഈ HCO3- ആണ് ബൈകാർബണേറ്റ് എന്ന് പറയുന്ന കമ്പോണൻറ്റ്. H+, പിന്നെ ഇതിനകത്ത് ബാക്കി വരുന്ന ഏതെങ്കിലും ഹീമോഗ്ലോബിൻ ഡീഓക്സിജനേറ്റഡ് ഹീമോഗ്ലോബിൻ ഉണ്ടെങ്കിൽ അതുമായിട്ട് കമ്പൈൻ ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. ഓക്കെ, സോ ഇതാണ് ആ ഒരു ടിഷ്യൂ ലെവലിലുള്ള ബൈകാർബണേറ്റ് ഫോർമേഷൻ. അപ്പോൾ ഈ ബൈകാർബണേറ്റ് ഫോം ചെയ്ത് കഴിഞ്ഞാൽ അത് RBCക്കകത്ത് തന്നെ നിൽക്കില്ല. ഇമ്മീഡിയറ്റ് ആയിട്ട് അത് ഡിഫ്യൂസ് ചെയ്തിട്ട് ബ്ലഡിലേക്ക് പ്ലാസ്മയിലേക്ക് മൂവ് ചെയ്യും. കാരണം ബൈകാർബണേറ്റിന് പ്ലാസ്മയിൽ വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. pH മെയിൻ്റനൻസ് എന്ന് പറയുന്നത് ആസിഡ് ബേസ് ബാലൻസ്, അതാണ് ബൈകാർബണേറ്റിൻ്റെ മെയിൻ ഫങ്ഷൻ വരുന്നത്. അപ്പോൾ ആ ഒരു അതിന് വേണ്ടിയിട്ട് ആക്ഷന് വേണ്ടിയിട്ട് ബൈകാർബണേറ്റ് ഫോം ചെയ്ത് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് അത് പ്ലാസ്മയിലേക്ക് മൂവ് ചെയ്യും. പക്ഷേ ഇവിടെ ഒരു H+ നിൽക്കുന്നത് കാരണം ഈ H+ ഒരു പോസിറ്റീവ് അയോൺ അവിടെ നിൽക്കുന്നുണ്ട്, അതിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നെഗറ്റീവ് അയോൺ അവിടെ ആവശ്യമാണ്. സോ Cl- അയോൺസ് ഫ്രം ദ പ്ലാസ്മ മൂവ് ഇൻ ടു ദ RBC. ആ HCO3- ഒരു എന്താ പറയുക ആബ്സെൻസിനെ നള്ളിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് Cl- അയോൺസ് പ്ലാസ്മയിൽ നിന്നും RBCയിലേക്ക് മൂവ് ചെയ്യും. ആൻഡ് ദാറ്റ് പ്രോസസ് ഈസ് കോൾഡ് ക്ലോറൈഡ് ഷിഫ്റ്റ് ഓർ ഹാംബർഗർ ഫിനോമിനൻ. ഓക്കെ, അങ്ങനെ ഒരു പേരും കൂടി, ക്ലോറൈഡ് ഷിഫ്റ്റ് ഓർ ഹാംബർഗർ ഫിനോമിനൻ. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് കൂടെ ബൈകാർബണേറ്റ് ഫോം ചെയ്യുന്നു, അങ്ങനെ അത് പ്ലാസ്മയിലേക്ക് വരുന്നു. എന്നിട്ട് ആ രൂപത്തിൽ അത് നേരെ ലങ്സിലേക്ക് എത്തുന്നു. അപ്പോൾ ലങ്സിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സീൻ വേറെ ആവുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ പ്ലാസ്മയിൽ ഡിസോൾവ് ചെയ്തിട്ടുള്ള കാർബൺ ഡൈ ഓക്സൈഡ് വളരെ സിമ്പിളായിട്ട് നേരെ ഡിഫ്യൂസ് ചെയ്ത്
ആൽവിയോലൈയിലേക്ക് മൂവ് ചെയ്യും. കാർബാമിനോ ഹീമോഗ്ലോബിനായിട്ട് ഫോം ചെയ്തും അത് സ്പ്ലിറ്റ് ചെയ്തിട്ട് ഹീമോഗ്ലോബിൻ കാർബൺ ഡൈ ഓക്സൈഡിനെ പറഞ്ഞു വിടും. ഇനി വരുന്നത് ബൈകാർബണേറ്റ് രൂപത്തിലാണ്. ബൈകാർബണേറ്റ് എന്ന് പറയുമ്പോൾ അത് അയോണിക് ഫോമാണ്. HCO3 മൈനസ് ആണ്. അതിനകത്ത് CO2 ഉണ്ട്, പക്ഷെ അതൊരു അയോണിക് ഫോമിലാണ് പിരിക്കുന്നത്. അയോണിക് ഫോമിൽ ഒരിക്കലും അതിനെ അങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല. ഈ റെസ്പിറേറ്ററി മെംബ്രെയിനിൽ കൂടെ അതിനെ ഡിഫ്യൂസ് ചെയ്യാൻ പറ്റില്ല. സോ എന്താണ് അവിടെ സംഭവിക്കുന്നത്? ഈ പ്ലാസ്മയിൽ ഇത്രയും നേരം ട്രാൻസ്പോർട്ട് ചെയ്ത് വന്നിട്ടുള്ള ബൈകാർബണേറ്റ് അത് തിരിച്ച് RBCയുടെ അകത്തേക്ക് എൻട്രി ചെയ്യുന്നു. അപ്പോൾ RBCയിൽ ഓൾറെഡി ഒരു Cl- അയോൺ ഉണ്ട്, ഇതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി വന്നിട്ടില്ല. ആ Cl- അയോൺ തിരിച്ച് പ്ലാസ്മയിലേക്ക് തന്നെ പോവുകയും ചെയ്യും. അപ്പോൾ അത് ഓപ്പോസിറ്റ് ആക്ഷനായി, അതായത് റിവേഴ്സ് ആയിട്ടാണ് സംഭവിച്ചത്. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രോസസ്സിനെ റിവേഴ്സ് ക്ലോറൈഡ് ഷിഫ്റ്റ് എന്നും പറയും. Cl- ions from the RBCs moves back into the plasma when bicarbonate ions enter inside. ആ പ്രോസസ്സിനെ റിവേഴ്സ് ക്ലോറൈഡ് ഷിഫ്റ്റ് എന്ന് പറയും. അപ്പോൾ ഇനി വന്നിട്ടുള്ള ബൈകാർബണേറ്റ് അയോൺ ഇറ്റ് കമ്പൈൻസ് വിത്ത് H+ അയോൺ ഇൻ ദ RBC ടു ഫോം കാർബോണിക് ആസിഡ്. നേരത്തെ സെയിം സംഭവം തന്നെ, കാർബോണിക് ആസിഡ് അത് വളരെ അൺസ്റ്റേബിൾ ആയത് കാരണം ഇൻ ദി പ്രസൻസ് ഓഫ് കാർബോണിക് ആൻഹൈഡ്രേസ് ഇറ്റ് ഗെറ്റ്സ് ഡിവൈഡഡ് ഇൻ ടു കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് വാട്ടർ. അതൊരു റിവേഴ്സിബിൾ പ്രോസസ്സാണ് ഈ പറഞ്ഞൊരു സംഭവം. അങ്ങനെ ഇത് രണ്ടുമായിട്ട് ഫോം ചെയ്യും. ആ ഫോം ചെയ്തിട്ടുള്ള കാർബൺ ഡൈ ഓക്സൈഡ് ഇറ്റ് മൂവ്സ് ഫ്രം ദ RBC ടു ദ പ്ലാസ്മ ആൻഡ് ഫ്രം ദെയർ ടു ദ ആൽവിയോലൈ. അങ്ങനെ കാർബൺ ഡൈ ഓക്സൈഡ് ഡിഫ്യൂസ് ചെയ്തിട്ട് ആൽവിയോലൈയിലേക്ക് എത്തുകയും ചെയ്യുന്നു. അപ്പോൾ ഇതാണ് ലങ്സിൽ നടക്കുന്ന കാര്യം ആൻഡ് ടിഷ്യൂസിൽ നടക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ ഇത് രണ്ടും നമുക്കിതിൽ എഴുതണം. രണ്ടും എഴുതി അത് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോഴാണ് ട്രാൻസ്പോർട്ട് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡും വരുന്നത്. അപ്പോൾ ഇത്രയുമാണ് ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഓക്സിജൻ and carbon dioxide. So thank you.